സഹോദരി സഹോദരന്മാരെ, സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ്റെ മഹാസങ്കല്പം കൊണ്ട് ധന്യമാർന്ന ഈ തിരുസന്നിധിയിൽ സനാതന ധർമ്മത്തെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് വൃശ്ചിക മാസം 3-ാം തീയതിയാണ്. മണ്ഡല മാസ കാലഘട്ടം. ദശാവതാര ചാർത്ത് 3-ാം ദിവസം, വരാഹാവതാരം ഭഗവാനെ ദർശിച്ച് നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം താഴേക്കിറങ്ങി വരൽ എന്നാണ്. അവതാരത്തിൻ്റെ ഉദ്ദേശം ധർമ്മ സംരക്ഷണവുമാണ്. അപ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ ഭഗവാൻ അവതരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളിൽ 3-ാമത്തെ അവതാരം വരാഹാവതാരം. ഒരുപക്ഷെ ഇന്നലെ ഈ മെനഞ്ഞാന്നുമായി മത്സ്യാവതാരത്തെ സംബന്ധിച്ചും കൂർമാവതാരത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. വരാഹാവതാരം നമുക്കറിയാം. വരാഹം സൂകരമാണ്. വരാഹാവതാരത്തിൻ്റെ പ്രത്യേകത ഹിരണ്യാക്ഷൻ എന്ന മഹാസുരൻ ഈ ഭൂമിയെയും പറിച്ചുകൊണ്ട് രസാതലത്തിലേക്ക് പോയപ്പോൾ രസാതലത്തിൽ നിന്നും ഭൂമിയെ വീണ്ടെടുക്കുവാൻ ഭഗവാൻ അവതരിച്ചതാണ് നമ്മൾ ഈ വരാഹാവതാരം എന്ന് പറയും. നമുക്കറിയാം വരാഹാവതാരത്തിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഭൂമിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അവതാരം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെ വീണ്ടെടുക്കുമ്പോൾ അതിനുവേണ്ടി അവതാരം ചെയ്ത ഭഗവാൻ ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഭൂമിയോട് ഏറ്റവും സ്നേഹമുള്ള സൂകരത്തിൻ്റെ അവതാരമാണ് എടുക്കുന്നത്. സൂകരത്തെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കഴുത്ത് എപ്പോഴും ഭൂമിയിലേക്ക് നോക്കിയ, അതിൻ്റെ ദൃഷ്ടി എപ്പോഴും ഭൂമിയിലേക്കാണ്. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് കഴുത്തി നോക്കാൻ അതിന് സാധ്യമല്ല. എപ്പോഴും ഭൂമിയെ ദർശിച്ചുകൊണ്ട് മാത്രം, ഭൂമിയെ ദർശിച്ചുകൊണ്ട് മാത്രം എന്നുള്ളതല്ല, ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ മാലിന്യങ്ങളും, രാജ്യമായിട്ടുള്ളതെല്ലാം സ്വയം ഏറ്റെടുത്ത് ഭൂമിയെ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ ഒരു അവതാരം നമുക്കറിയാം. പഞ്ചഭൂതങ്ങളിലെ എല്ലാ ഭൂതങ്ങൾക്കും ഓരോ ഗുണങ്ങളുണ്ട്. അതില് ഭൂമിയുടെ ഗുണം ഗന്ധമാണ്. ഗന്ധം നാം തിരിച്ചറിയുന്നത് മൂക്കിലൂടെയാണ്. വരാഹം അതിൻ്റെ മൂക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയുന്നത് മൂക്കിനാണ് പ്രാധാന്യം. അതെപ്പോഴും മൂക്കിന് പ്രാധാന്യമുണ്ട്. ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് ഭൂമിയെ എല്ലാ മലിനമായ അവസ്ഥയിൽ നിന്നും ഭൂമിയെ വൃത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ വരാഹാവതാരം ഉണ്ടാകാനുള്ള കാരണം എന്താണ്?
അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ഈ ഭൂമിയെയും കൊണ്ട് രസാതലത്തിലേക്ക് പോയി. അങ്ങനെ ആ ഭൂമിയെ രസാതലത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വരാഹം ആയി സാക്ഷാൽ മഹാവിഷ്ണു അവതരിക്കുകയാണ്. ആരാണ് ഈ ഹിരണ്യാക്ഷൻ? കശ്യപ പ്രജാപതി. കശ്യപൻ അദ്ദേഹം പ്രജാപതി കൂടിയാണ്, സൃഷ്ടി നടത്തുന്നയാളാണ്. ആ കശ്യപ പ്രജാപതിക്ക് ദിതി അതിഥി എന്ന് പറയുന്ന രണ്ട് പത്നിമാരാണ്. അതില് ദിതി ഒരു സന്ധ്യാവേളയിൽ സന്ധ്യാവന്ദനത്തിന് കശ്യപൻ ഒരുങ്ങുമ്പോൾ കശ്യപനോട് ആ സമയത്ത് കാമപൂർത്തിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ കശ്യപൻ പറഞ്ഞു, ഈ സന്ധ്യാസമയം രുദ്രാദിദേവന്മാരുടെ സഞ്ചാര സമയമാണ്. ഈ സമയത്ത് ഒരിക്കലും ഗർഭാധാനം നടന്നുകൂടാ. അതൊരു അശുഭ സമയമാണ്, അശുഭ മുഹൂർത്തമാണ്. പക്ഷേ ദിതി അവരുടെ ആഗ്രഹം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. ഇത് പറഞ്ഞു മുന്നോട്ടേക്ക് നീങ്ങിയ കശ്യപന്റെ ഉത്തരീയത്തിൽ പിടിച്ച സ്ത്രീ പുറകോട്ട് വലിച്ചു എന്നാണ്. അവര് പറഞ്ഞു, ഈ നിമിഷം ഇത് നടക്കണം, ഇത് നടന്നേ മതിയാകും. കാരണം ഒരു വ്യക്തിയിൽ കാമവികാരം ഉണർന്നാൽ അവരുടെ ബുദ്ധി ശരിയായ നിലയിൽ പ്രവർത്തിക്കില്ല. അവർക്ക് പിന്നെ ലജ്ജയില്ല, ചെയ്യുന്നതിനെക്കുറിച്ച് ആ സമയത്ത് അവർക്ക് ചിന്തിക്കാനും കഴിയില്ല. കാരണം ഒരു കാമവികാരത്തിന് അടിമപ്പെട്ടു പോവുക. കശ്യപൻ ചിന്തിച്ചു, ഇതിപ്പോ ഇവിടെ നടന്നേ മതിയാകൂ. കാരണം ഇത് ഈശ്വര നിശ്ചയമായിരിക്കാം. എന്തായാലും അവിടെ ഗർഭാധാനം നടക്കുകയും അവർക്ക് അങ്ങനെ രണ്ട് പുത്രന്മാർ ദിതിയുടെ വയറ്റിൽ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് പെട്ടെന്ന് ദിതിക്ക് ബോധമുണ്ടായി. അവര് ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർ ബോധ്യപ്പെട്ടിട്ട് കശ്യപനോട് അവർ പറഞ്ഞു, ഞാൻ ചെയ്തതൊരു അപരാധമായി പോയി. കശ്യപൻ പറഞ്ഞു, തീർച്ചയായും നീ ഈ സമയം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത് ഒരിക്കലും ശരിയായില്ല. അതുകൊണ്ട് നീ പ്രസവിക്കാൻ പോകുന്ന ഈ പുത്രന്മാർ അസുരന്മാരായിരിക്കും. മാത്രമല്ല ഏറ്റവും വലിയ രണ്ട് ദുഷ്ടന്മാരെയാണ് നീ ഇപ്പോൾ ജന്മം കൊടുക്കാൻ പോകുന്നത്, നീ പ്രസവിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രസവിക്കുമ്പോൾ ഭഗവാൻ അവതരിച്ച് ഇവരെ വധിക്കും. ഭഗവാൻ അവതരിച്ചിട്ട് ഇവരെ വധിക്കുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ സത്യത്തിൽ ദിതിക്കൊരു സന്തോഷം. കാരണം ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ മോക്ഷം ഉറപ്പല്ലേ. അവർക്ക് ഭഗവത് സ്മരണയുണ്ടായപ്പോൾ കശ്യപൻ പറഞ്ഞു, ഇതിലൊരുവന്റെ പുത്രൻ അല്ലെങ്കിൽ നിന്റെ കൊച്ചുമകൻ മഹാഭാഗവതനായി തീരും. അതാണ് പ്രഹ്ലാദനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ രണ്ട് പുത്രന്മാരെ ജനിച്ചു. അതിലൊരാള് ഹിരണ്യകശിപു, മറ്റേയാള് ഹിരണ്യാക്ഷൻ. ആ പേര് അല്പം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്ഷി എന്ന് വെച്ചാൽ കണ്ണ്, ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണം. ഹിരണ്യാക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം സ്വർണത്തിൽ കണ്ണുവയ്ക്കുന്നവൻ എന്നാണ്. അവന് സത്യത്തിന്റെ നേർക്ക് നോട്ടമില്ല, ധർമ്മത്തിന്റെ നേർക്ക് നോട്ടമില്ല. അവന്റെ നോട്ടം സമ്പത്തിന്റെ അഥവാ സ്വർണത്തിന്റെ നേർക്കും മാത്രമാണ്. അവന്റെ ജ്യേഷ്ഠൻ ഹിരണ്യകശിപു. കശിപം എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം മെത്ത എന്നാണ്.
ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണം എന്നാണ്. ഹിരണ്യകശിപു എന്ന് വെച്ചാൽ സ്വർണമെത്തയിൽ ശയിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ സ്വർണത്തിൽ മാത്രം കണ്ണുവയ്ക്കുന്നവനും സ്വർണമെത്തയിൽ ശയിക്കുന്നവനും തനി സ്വാർത്ഥതയുടെ പ്രതീകങ്ങളായ രണ്ട് അസുരവിത്തുകൾ. അങ്ങനെ സ്വർണത്തിൽ മാത്രം കണ്ണുവയ്ക്കുന്നവനായതുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ള സർവ്വ സുഖ സൗകര്യങ്ങളും എനിക്ക് മാത്രം വേണം, അതെനിക്ക് മാത്രം അനുഭവിക്കണം, സർവ്വതും ഈ ഭൂമിയിലെ എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഭൂമിയെയും കൊണ്ട് അവൻ രസാതലത്തിലേക്ക് പായുന്നത്. എത്രമാത്രം സ്വാർത്ഥനായ അസുരനാണ് സ്വർണത്തിൽ മാത്രം കണ്ണുവയ്ക്കുന്നവൻ. ഇത്രയും സ്വാർത്ഥന്മാരായിട്ടുള്ള രണ്ട് അസുരന്മാർക്കാണ് ജന്മം കൊടുത്തത്. അവിടെ യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം, ഇയാളുടെ കയ്യില് ഹിരണ്യകശിപു. ഇപ്പൊ അടുത്ത ദിവസം നിങ്ങൾ പ്രഭാഷണം കേൾക്കും നരസിംഹാവതാരവുമായി ബന്ധപ്പെട്ട്. ഹിരണ്യാക്ഷൻ, അദ്ദേഹത്തിന്റെ കയ്യിലൊരു ഗദയുണ്ട്. ഈ ഗദയുമായിട്ട് ഇയാൾ ഇങ്ങനെ നടന്നിട്ട് സർവ്വ ആളുകളെയും വെല്ലുവിളിക്കുക. എന്നോട് യുദ്ധത്തിന് തയ്യാറുണ്ടോ എന്നാ ചോദ്യം. ഉണ്ടെങ്കിൽ വാ, കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തൻ ഞാനാണ്. ഇന്ന് വരെ എന്നെക്കാൾ ശക്തിയുള്ള ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. ദേവന്മാര് പോലും എന്നെ കണ്ടാൽ പേടിച്ച് വിറയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗദയുമായിട്ട് വെല്ലുവിളിച്ച് നടക്കുക. അങ്ങനെ പോകുമ്പോ ഇദ്ദേഹം സമുദ്രാന്തർഭാഗത്ത് ചെന്നിട്ട് വരുണനെ വെല്ലുവിളിക്കുക. വരുണൻ പാവം, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്രായമായ ആളാണ്, എനിക്ക് നിന്നോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നുമില്ല, അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. നിന്നോട് ഏറ്റുമുട്ടാൻ ശക്തിയുള്ള കരുത്തുള്ള ഒരാൾ വരും, അതാരാണെന്ന് ചോദിച്ചു. ആ സമയത്താണ് വരാഹ ഭഗവാനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരാഹവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അതിഘോരമായ യുദ്ധമാണ്. കാരണം ഭൂമിയെ വീണ്ടെടുക്കണമല്ലോ. ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടി വരാഹം അവതരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ തടയുകയാണ് ഹിരണ്യാക്ഷൻ. അതിഗംഭീരമായ ഏറ്റുമുട്ടൽ നടന്നു. ആദ്യമേ ഗദായുദ്ധമാണ് നടക്കുന്നത്. ആ ഗദായുദ്ധത്തിൽ ഭഗവാന്റെ ഗദ തെറിച്ചുപോയി. എത്ര ശക്തരാണ് മറ്റവൻ എന്ന് ചിന്തിക്കണം. ഭഗവാന്റെ ഗദ തെറിച്ചു പോയപ്പോ ഈ ഹിരണ്യാക്ഷൻ പറഞ്ഞു, ആയുധമില്ലാത്തവനോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല, അതുകൊണ്ട് നീ നിന്റെ ഗദ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, കൊള്ളാമല്ലോ, നീ വലിയ ധർമ്മശാലിയാണല്ലോ, ധർമ്മിഷ്ഠനാണല്ലോ. പക്ഷെ ഭഗവാൻ തന്റെ സുദർശനമാണ് എടുത്തത്. സുദർശനം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, നല്ല ദർശനം എന്നാണ്. നല്ല ദർശനം എന്നുള്ളതാണ്. അങ്ങനെ ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് അവസാനം സുദർശനം കൊണ്ടല്ല, നേരെ മറിച്ച് ഒറ്റയടിയ ഈ വരാഹം. ഗദയൊന്നും വേണ്ടി വന്നില്ല, മറ്റൊരായുധവും വേണ്ടി വന്നില്ല. ഇയാളുടെ അഹങ്കാരം തീർത്ത് അങ്ങനെ അദ്ദേഹത്തിനെ വധിക്കുക. അങ്ങനെ ഹിരണ്യാക്ഷനെ വധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിച്ചതാണ് വരാഹാവതാരം. ഇവന് ഹിരണ്യാക്ഷൻ എങ്ങനെയാണ് അസുരനായി ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചതിനും ഒരു കഥയുണ്ട്. ആ കഥ വൈകുണ്ഠം കാവൽക്കാരായ രണ്ടു പേരുണ്ട്. അവരുടെ പേര് ജയവിജയന്മാർ എന്നാണ്. ജയനും വിജയനും. വാക്കിന്റെ അർത്ഥം തന്നെ ഇന്ദ്രിയത്തെയും മനസ്സിനെയും ഒക്കെ ജയിച്ചവരാണ്. അവരാണ് വൈകുണ്ഠത്തിന് കാവൽക്കാർ. അങ്ങനെ നിൽക്കുമ്പോൾ സനകാദികൾക്കൊരാഗ്രഹം തോന്നി വൈകുണ്ഠത്തിലേക്ക് പോകണം. സനകാദികൾ ആത്മാരാമന്മാരാണ്. സനകാദികൾ വൈകുണ്ഠത്തിലേക്ക് പോവുക. ഒരാൾക്കും പെട്ടെന്ന് വൈകുണ്ഠത്തിലെത്താൻ സാധ്യമല്ലല്ലോ. വൈകുണ്ഠത്തിൽ എത്തിച്ചേരണമെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ജയിച്ച്
തൻ്റെ സർവസങ്കല്പങ്ങളും ഈശ്വരനിൽ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയും മോഹത്തെയും മതമാത്സര്യ ചിന്തകളെയും ജയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള ആളുകൾക്ക് മാത്രമേ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമല്ലോ. അങ്ങനെ വൈകുണ്ഠം കാവൽക്കാരായി നിൽക്കുന്ന ജയവിജയന്മാർ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ജയിച്ചവരാണ്. ഈ പറയുന്ന കുമാരന്മാരും ആത്മാരാമന്മാരാണ്. ശാരീരികമായ ശരീരമെന്ന ഭാവമേ ഇല്ലാത്ത ആളുകളാണ്. അവരിതിനെയൊക്കെ ജയിച്ചവരാണ്. അവര് വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിലെത്തുമ്പോൾ ജയവിജയന്മാർ അവിടെ കാവൽ നിൽക്കുക. ജയവിജയന്മാർ തടഞ്ഞു വരെ. അപ്പോൾ അവർ ചോദിച്ചു, ഈശ്വര സന്നിധിയിലേക്ക് കടന്നു വരുന്ന ആളുകളെ തടയാൻ നിങ്ങളാരാ? പക്ഷെ തടഞ്ഞു. തടഞ്ഞപ്പോ ജയവിജയന്മാരെ ശപിച്ചു. ശപിച്ചത്, നിങ്ങൾ 3 ജന്മത്തിൽ അസുരന്മാരായി പിറക്കട്ടെ എന്ന് ശപിക്കുക. ബഹളം കേട്ടുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ഇറങ്ങി വന്നു. ജയവിജയന്മാർ തടഞ്ഞത് ഇവരെ മാത്രമല്ല, അതിനു മുമ്പ് സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലും തടഞ്ഞു എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ സമീപത്തേക്ക് പോകുന്ന ലക്ഷ്മി ദേവിയെ പോലും തടഞ്ഞു. ബഹളം കേട്ടുകൊണ്ട് ഭഗവാൻ ഇറങ്ങി വന്നു. എന്താ പ്രശ്നം? അപ്പോൾ ഭഗവാൻ ഇറങ്ങി വന്നു കഴിഞ്ഞ സമയത്ത് ഈ സനകാദികൾക്കൊരു വിഷമം തോന്നി. ദൈവമേ, നമ്മൾ കാണിച്ചതൊരല്പം അവിവേകമായി പോയോ? കാരണം ഭഗവാന്റെ കാവൽക്കാരായി നിൽക്കുന്ന ആളുകൾക്ക് അവരെന്തെങ്കിലും മോശമായ പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഭഗവാനോട് പറഞ്ഞാൽ മതിയായിരുന്നു. ചാടിക്കേറി ഞങ്ങളൊരു ശിക്ഷ വിധിച്ചത് ശരിയായില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായി. പക്ഷെ ഭഗവാൻ ഇറങ്ങി വന്നു, കാര്യങ്ങൾ അന്വേഷിച്ചു. അവർക്ക് കിട്ടിയ ശാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ജയവിജയന്മാർക്ക്. അപ്പൊ ഭഗവാന്റെ മനോധർമ്മം എന്താ? ഭഗവാൻ പറഞ്ഞു, എൻ്റെ കാവൽക്കാരാണല്ലോ തെറ്റ് ചെയ്തത്. അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ അവർ മാത്രം ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതല്ല. കാരണം അവരെ നിയന്ത്രിച്ച് നിർത്താൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണല്ലോ ഒരുപക്ഷെ അവർ ഈ അവിവേകമൊക്കെ കാണിച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ മാത്രം ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും മന്ത്രി അല്ലെങ്കിൽ രാജാവിൻ്റെ ഭൃത്യന്മാർ തെറ്റ് ചെയ്താൽ അത് ഉദ്യോഗസ്ഥ തലത്തിലെ പാളിച്ചയാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അതിനെ ഭഗവാൻ അങ്ങ് തള്ളിക്കളയാം. പക്ഷേ ഭഗവാൻ ചിന്തിച്ചത്, ആ ശിക്ഷ അവരനുഭവിക്കുമ്പോൾ അവരോടൊപ്പം ഞാനും പോവുകയാണ്. അതുകൊണ്ടാണ് അവതാരം എന്ന വാക്ക് താഴേക്ക് ഇറങ്ങി വരൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഭഗവാനും ഒപ്പം അവരോടൊപ്പം താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറായി. അങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും അവരെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വന്നു. അങ്ങനെ ഹിരണ്യാക്ഷനെ വധിച്ചു. ഇതാണ് കഥ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയ ആശയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഈ അവതാരങ്ങളൊക്കെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഹിരണ്യകശിപുക്കളെ പോലെ ഹിരണ്യ അക്ഷന്മാരെ പോലെയുള്ള ആളുകൾ ജനിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നാം ഏതൊരു അനുഷ്ഠാനവും ആചരണവും നടത്തുമ്പോഴും അതിന് പിന്നിലൊരു വലിയ ആശയമുണ്ട്. അപ്പം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, നമ്മൾ ഈ കഥയും ഈ തത്വങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഹിരണ്യാക്ഷന്മാരും ഹിരണ്യകശിപുക്കളും ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ അവർ ലോകം മുഴുവൻ നശിപ്പിക്കും. സ്വർണത്തിൽ മാത്രം കണ്ണുവെക്കുന്നവനും സ്വർണമെത്തയിൽ ശയിക്കുന്നവനും സ്വാർത്ഥന്റെ പ്രതീകമാണ്. ഈ ഭൂമിയിലുള്ളത് സർവ്വതും എൻ്റേത് മാത്രമാണെന്നും
സമാജത്തിൻ്റെ സർവ്വ മുതലും കവർന്നെടുത്തുകൊണ്ട് അതെനിക്ക് സുഖിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും ചിന്തിക്കുന്ന അത്തരം ആസുരിക മനോഭാവം വളർന്നു വരാൻ പാടില്ല സമൂഹത്തിൽ. അപ്പോൾ ഈ കഥ നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആശയത്തെ സംബന്ധിച്ച് ചിന്തിക്കും. ശിവനെ പൂജിക്കുന്നത് ശിവനായി തീരാനാണ്. ശിവോ ഭൂത്വ ശിവം യജേ. ശിവനെ പൂജിച്ച് ശിവനായി തീരുക എന്നതാണ്. കൃഷ്ണനെ പൂജിക്കുന്നത് കൃഷ്ണനാവാനാണ്, രാമനെ പൂജിക്കുന്നത് രാമനാകാനാണ്. കൃഷ്ണനെ പൂജിക്കുകയും കംസനെ പോലെ പെരുമാറുകയും ചെയ്താൽ കൃഷ്ണനെ പൂജിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. രാമനെ പൂജിക്കുകയും രാവണനെ പോലെ പെരുമാറുകയും ചെയ്താൽ രാമനെ പൂജിക്കുന്നത് കൊണ്ടും അർത്ഥമില്ല. അപ്പോൾ ഒരു മഹത്തായ ആശയം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈ ഹിരണ്യാക്ഷന്മാരും ഹിരണ്യകശിപുക്കളും ഉണ്ടാകാൻ പാടില്ല. അത് ഈ ലോകത്തെ തകർക്കും അവർ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങൾ. കാരണം ഈ കാലഘട്ടത്തിൽ ഹിരണ്യാക്ഷന്മാർക്കും ഹിരണ്യകശിപുക്കൾക്കുമൊക്കെ ഏറെ പ്രാധാന്യമുണ്ട്. ആനുകാലിക സംഭവങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം സ്വർണത്തിൽ മാത്രം കണ്ണുവെക്കുക. ഇപ്പം മണ്ഡലമാസക്കാലമാണല്ലോ. ശബരിമലയിലേക്ക് ഭക്തൻ പോകുമ്പോൾ ആ ഭക്തന്റെ മനസ്സിൽ അയ്യപ്പനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് പോകുന്നത്. അയ്യപ്പനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ ആ അയ്യപ്പനെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയാണ്. ആ ഭക്തന്റെ കൺമുന്നിൽ അയ്യപ്പന്റെ ദിവ്യരൂപമാണ് തെളിഞ്ഞു വരുന്നത്. മനസ്സിലും അയ്യപ്പന്റെ ദിവ്യരൂപമോ മറ്റൊന്നും തെളിഞ്ഞു വരികയില്ല. അപ്പൊ ഹിരണ്യകശിപുവിനെ പോലെയുള്ള ആളുകളോ അപ്പോൾ അതിലെ സ്വർണത്തിൽ കണ്ണുവെക്കും. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഈ നിലയിൽ സ്വാർത്ഥന്മാർ ജനിക്കാതിരിക്കണം. സ്വാർത്ഥന്മാർ ജനിക്കാതിരിക്കാൻ, അസുരന്മാർ ജനിക്കാതിരിക്കാൻ ധർമ്മബോധമുള്ള ഒരു തലമുറ വളർന്നു വരണം. ഇതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ പടി നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് വീടേ വിദ്യാലയം എന്നുള്ള സങ്കല്പം രൂപപ്പെട്ടത്. ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അവൻ്റെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറഞ്ഞാൽ അവൻ്റെ വീടാണ്. അവൻ്റെ ആദ്യത്തെ ഗുരുനാഥന്മാർ ആരാണ്? ആ വീട്ടിലെ അവൻ്റെ അച്ഛനും അമ്മയുമാണ്. അപ്പോൾ വീടാകുന്ന ഗുരുകുലത്തിൽ അഥവാ വിദ്യാലയത്തിൽ ഗുരുവാക്കന്മാരായിട്ടുള്ള മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വളർന്നു വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ, നിസ്വാർത്ഥ മനസ്ഥിതിയുടെ ബാലപാഠങ്ങൾ അവനിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് അച്ഛനും അമ്മയും തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ ഗ്രഹാന്തരീക്ഷം സംസ്കാര സമ്പന്നവും ചൈതന്യധന്യവുമാക്കി വയ്ക്കുവാൻ നമ്മളോട് പറഞ്ഞു. എന്തിനാ? ആ വീട്ടിൽ വളർന്നു വരുന്ന ആളുകളുടെ മനസ്സ് ഈശ്വരോന്മുഖവും ധാർമ്മികവുമായി തീരാൻ. നമ്മുടെ വീട് സംസ്കാര സമ്പന്നമാകണം, ഒപ്പം ചൈതന്യധന്യമായി തീരണം. അങ്ങനെ വീടിൻ്റെ അന്തരീക്ഷത്തിലൂടെ ഒരു തലമുറ വളർന്നു വരണം. നമുക്കറിയാം, ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അതിന് ചില വ്യവസ്ഥകളും പദ്ധതികളും ആദ്യകാലം മുതൽ തന്നെ നമ്മുടെ പൂർവികന്മാർ നടപ്പാക്കിയിരുന്നു. അതിന് നമ്മൾ ഷോഡശ സംസ്കാരം എന്നാണ് പറഞ്ഞത്. ഷോഡശ സംസ്കാരത്തിൽ ആദ്യത്തെ സംസ്കാരമാണ് ഗർഭാധാന സംസ്കാരം. ഇവിടെ ആ ഗർഭാധാനം തെറ്റായ മുഹൂർത്തത്തിൽ സംഭവിച്ചതാണ് അസുരന്മാരുടെ പ്രതിക്ക് കാരണമെന്ന് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ ഈ ഷോഡശ സംസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. ഗർഭാധാനമാണ് അതിൽ ആദ്യത്തേത്.
ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടി വേണം എന്നവർ ആഗ്രഹിക്കുമ്പോൾ തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുട്ടി ധർമ്മബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള ഒരു സത്സന്താനത്തെ എനിക്ക് തരേണമേ ഭഗവാനെ എന്ന വ്യക്തമായ പ്രാർത്ഥനയോടുകൂടി ഗർഭാധാനം നടക്കണം ശുഭമുഹൂർത്തത്തിൽ എന്നാണ് ആചാര്യമതം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മളോട് പറഞ്ഞത്, വ്യക്തമായ പ്രാർത്ഥനയോടുകൂടി അല്ലാതെ ജനിക്കുന്ന ഓരോ വ്യക്തിയും ഈ സമൂഹത്തിന് ശാപമായി തീരുന്നു എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ഷോഡശ സംസ്കാരങ്ങളിൽ ഗർഭാധാന സംസ്കാരം അത് തെറ്റായ രീതിയിൽ തെറ്റായ മുഹൂർത്തത്തിൽ സംഭവിച്ചതാണ് അസുരപ്പിറവിക്ക് കാരണം. രണ്ടാമത് നമുക്കറിയാം, നാമകരണത്തിൽ പോലും ശ്രദ്ധിച്ചിരുന്നു. ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ ആ പേരിടുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? രാമായണം നമ്മൾ വായിക്കുമ്പോൾ രാമായണത്തിൽ ഗുരു നമ്മളോട് പറയുന്നത് എന്തുകൊണ്ടാണ് രാമൻ എന്ന് പേരിട്ടത്, രാമൻ എന്ന് പേരിടാൻ കാരണം എന്താണെന്ന് പറഞ്ഞു. സർവരെയും രമിപ്പിക്കുന്നവനായതുകൊണ്ട് രാമൻ, ആത്മാരാമസങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ രാമൻ, ലക്ഷണമൊത്തവനായതുകൊണ്ട് ലക്ഷ്മണൻ, ഭരണനിപുണനായതുകൊണ്ട് ഭരതൻ, ശത്രുക്കളെ ജയിക്കുക നിമിത്തമായി ശത്രുഘ്നൻ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെയും ജീവിത ദൗത്യത്തെ, ഭാവിയിൽ വരാനിടയുള്ള ജീവിത ദൗത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ജീവിത ധർമ്മത്തിന്റെ നിർവഹണത്തിന് വേണ്ടി അവർക്ക് പേരുകൾ നിശ്ചയിക്കുക. പേരുകൾ മാത്രം നിശ്ചയിച്ചത് കൊണ്ടായില്ല, ആ ധർമ്മത്തിന്റെ പാതയിലൂടെ അവരെ സഞ്ചരിപ്പിക്കുക. അങ്ങനെ സഞ്ചരിപ്പിച്ച് അവരെ കൈപിടിച്ച് നടത്തുക. ഇത് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പ്രഭാഷണം ഈ വിഷയത്തെ സംബന്ധിച്ച് നടത്തുമ്പോൾ ഒരു അമ്മ ചോദിച്ചു, ഞാൻ എൻ്റെ മകന് സത്യൻ എന്നാണ് പേരിട്ടത്, പക്ഷെ അവൻ ഭൂലോക കള്ളനായിട്ട് വളർന്നു. അവ പിന്നെ പേരിടുന്നതിൽ എന്താ അർത്ഥമാണെന്ന്. സത്യൻ എന്ന് പേരിട്ടിട്ട് മാറി നിൽക്കുകയല്ല, നേരെ മറിച്ച് സത്യവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, സത്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് സത്യത്തിന്റെ നേർക്ക് കൈപിടിച്ചവനെ സഞ്ചരിപ്പിക്കണം. അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമം. അമ്മയുടെ വയറ്റിൽ കുട്ടി കിടക്കുമ്പോൾ, ജനിച്ചതിന് ശേഷമല്ല, ഗർഭാധാനത്തിന് ശേഷം രാമായണം പറയുന്നില്ല. രാമായണം വായിക്കുമ്പോൾ സീമന്ത വംശവനാദി ക്രിയകളും ചെയ്ത് കാമങ്ങളും ചെയ്തത് നരവരൻ. സീമന്ത വംശനാദി ക്രിയകളും കാമാന്തദാനങ്ങളും ചെയ്തത് നരവരൻ. ഇവിടെ ദശരഥൻ അനുഷ്ഠിച്ച കർമ്മത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും സ്വാർത്ഥത ലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ത്യാഗത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതിമൂർത്തികളായി തീർന്നത് എന്തുകൊണ്ടാണ്? ഈ സംസ്കാരത്തോടെ അവരെ വളർത്തിയെടുത്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ചിന്ത തെളിയുന്നതിന് വേണ്ടി, അവൻ ധർമ്മിഷ്ഠനായി വളരുന്നതിന് വേണ്ടി ആ അവസ്ഥയിൽ തന്നെ അമ്മമാരനുഷ്ഠിക്കേണ്ട കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ആചാര്യന്മാർ. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ ചിന്ത തെളിയുന്നതിന് വേണ്ടി. അപ്പോൾ ഈ നിലയ്ക്കുള്ള ഷോഡശ സംസ്കാരങ്ങൾ, എന്തിനധികം മരണശേഷം നടക്കുന്ന കർമ്മങ്ങൾ, മരണാനന്തര കർമ്മങ്ങൾ വരെയുള്ള 16 സംസ്കാരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഷോഡശ സംസ്കാരം. അങ്ങനെ ഈ സംസ്കാരങ്ങളിലൂടെ ആദ്യം മുതൽ തന്നെ, അപ്പോൾ ഒരു കുട്ടി, ഇന്നത്തെ കാലം പ്രത്യേകിച്ചും നമ്മൾ ഓർക്കണം, ഏറ്റവും കൂടുതൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രാസലഹരിയുടെയും ഒക്കെ ആധിപത്യം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ധർമ്മബോധമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ എന്ത് ചെയ്യും? ഈ കാഴ്ചപ്പാട് നമ്മളെ വളർന്നു വരുന്ന ഒരു തലമുറയിലേക്ക് കടന്നു വരണം. ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്?
എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനായി നമ്മൾ ജനിച്ചത്? ഏതാണ്ട് 84 ലക്ഷം അധമയോനിയിൽ ജനിച്ച് നരകയാതന അനുഭവിച്ച് വലഞ്ഞ ജീവാത്മാവിന് ഉടയതമ്പുരാൻ കനിഞ്ഞെഴുതി തന്നിരിക്കുന്ന വരദാനമാണ് ഈ മനുഷ്യജന്മം. ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതരമാണ് മനുഷ്യജന്മം. അപ്പൊ ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതരമായ ഈ മനുഷ്യജന്മം ഒരു സുപ്രഭാതത്തിൽ കൈവന്നതല്ല. ഇതിനു മുമ്പ് എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. അട്ടയായും പൂച്ചയായും പുല്ലായും പുഴുവായും കൃമിയായും ഒക്കെ നിരവധി ജന്മങ്ങളിലൂടെ കടന്നുവന്ന് ഏറ്റവും ശ്രേഷ്ഠതരമായ മനുഷ്യജന്മം ഒരു നന്നാവാൻ അവസരം എന്ന നിലയിൽ ഭഗവാൻ നമുക്ക് നൽകി. നമ്മൾ ആ മനുഷ്യജന്മം സ്വീകരിച്ചു. മനുഷ്യജന്മം എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ പരമം ജീവിത ലക്ഷ്യം പരമേശ്വര പരനിർവാണം, ഈശ്വര സാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അങ്ങനെ ഈശ്വരനെ സാക്ഷാത്കരിക്കണം. ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നാം മനുഷ്യജന്മം സ്വീകരിച്ചിരിക്കുക. എത്ര വർഷം ജീവിക്കും? വളരെ കുറച്ച് കാലയളവ്. 10, 50, 60, 70, 80 വർഷം ഒരാൾ ജീവിക്കും. ജീവിച്ചതിന് ശേഷം ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കും. ശരീരമൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ജീവിത കാലഘട്ടത്തിൽ ഈ ശരീരത്തിന് വേണ്ടി, ഐന്ദ്രിക സുഖത്തിന് വേണ്ടി എന്തുമാത്രം നെട്ടോട്ടമാണ് ഓടിയിട്ടുള്ളത്. പക്ഷേ ഈ ശരീരം കൂടെ ഉപേക്ഷിച്ചേ പറ്റൂ. കാരണം നമുക്ക് തിരിച്ചു പോകണം. ഞാനെന്നാൽ ഈ ശരീരമല്ല, ഞാനെന്നാൽ ആത്മാവാണ്. എന്നെ അയച്ച ഭാഗത്തേക്ക്, അയച്ച സ്ഥലത്തേക്ക് എനിക്ക് തിരിച്ചു പോകണം. ഈ ശരീരം നശ്വരമാണ്. ആ നശ്വരമായ ശരീരത്തിലല്ല, നേരെ മറിച്ച് നിത്യസത്യമുക്തമായ ആത്മാവിൻ്റെ അനശ്വരതയിൽ ആനന്ദം കണ്ടെത്താനാണ് ആചാര്യന്മാർ പറഞ്ഞത്. അതുകൊണ്ട് ഈ ശരീരം കൂടെ ഉപേക്ഷിക്കും. നമ്മൾ ധാരാളം സമ്പത്തുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹിരണ്യകശിപുവിൻ്റെ മനോഭാവത്തോടെ സ്വർണത്തിൽ മാത്രം കണ്ണുവെച്ച്, ധനത്തിൽ മാത്രം കണ്ണുവെച്ച്, ധാർമ്മിക മൂല്യങ്ങളെ മുഴുവൻ കാറ്റിപ്പറത്തി നമ്മൾ കട്ടെടുത്തതും വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും എല്ലാം ഇവിടെ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ച് ബന്ധുമിത്രാദികളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികളും ജീവിതയാത്രയിൽ അത് അവസാനിച്ചു പോകുമ്പോൾ ചുടലക്കളം വരെ വരും. ആ ചുടലക്കളത്തിൽ വന്ന് ആ ചുടലക്കളത്തിൽ ശരീരം കത്തിയമരുന്നതൊന്ന് നോക്കി നിന്ന് ഒരു തുള്ളി കണ്ണീരവിടെ അർപ്പിച്ചവർ തിരിച്ചു പോകും. ഞാനെന്ന സത്തയ്ക്ക് ശരീരം ഉപേക്ഷിച്ച്, ബന്ധുമിത്രാദികൾ ഉപേക്ഷിച്ച്, സർവസമ്പത്തും ഉപേക്ഷിച്ച് അയച്ച ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ശരീരം കൊണ്ടുപോകാൻ സാധ്യമല്ല, ധനം കൊണ്ടുപോകാൻ സാധ്യമല്ല, ബന്ധുമിത്രാദികളെ കൂടെ കൂട്ടാനും സാധ്യമല്ല. കൊണ്ടുപോകുന്ന ഒരേ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ മുഴുവൻ ആചാര്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളും എല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിയത് അതാണ്. എന്താ കൊണ്ടുപോകാൻ കഴിയുന്നത്? ഈ ജീവിത കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ഫലം. ഞാൻ 60 വർഷം ജീവിച്ചു, ഞാൻ 70 വർഷം ജീവിച്ചു, ഞാൻ 80 വർഷം ജീവിച്ചു. അങ്ങനെ കർമ്മത്തിൻ്റെ ഫലമടങ്ങുന്ന ഭാണ്ഡവുമായി ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ 60 വർഷം, 70 വർഷം, 80 വർഷം ജീവിച്ച മനുഷ്യൻ, നീ ഭൂമിയിൽ ജീവിച്ചിട്ട് നീ എന്താ ചെയ്തത്? കർമ്മഫലം അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ അതിനകത്ത് കൂടുതലും അല്ലെങ്കിൽ മുഴുവൻ അധാർമിക കർമ്മങ്ങളുടെ ഫലമാണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ മനുഷ്യ നിന്റെ ജന്മം കൊണ്ട് പിന്നെ എന്താ പ്രയോജനമുള്ളത്? ഒരു പ്രയോജനമില്ല. വീണ്ടും നമ്മൾ അധപ്പതനത്തിലേക്ക് പോകേണ്ടി വരും. ഇവിടെ ജയവിജയന്മാരുടെ കഥ പറഞ്ഞപ്പോൾ ജയവിജയന്മാർ വൈകുണ്ഠത്തിലെത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ അത്രയും ആത്മാരാമന്മാരായതുകൊണ്ടാണ്. നേരെ മറിച്ച് എത്തപ്പെട്ട് കഴിഞ്ഞ് അവർ ഭഗവാന്റെ കാവൽക്കാരായി മാറിയപ്പോൾ അവരുടെ മനസ്സിലൊരു അഹങ്കാരം പൊന്തി വന്നു.
ഞങ്ങൾ മാത്രമാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളുകൾ, അതുകൊണ്ടാണ് മറ്റുള്ളവരെ തടഞ്ഞത്. അവിടെ അധപ്പതനം സംഭവിച്ചു. അങ്ങനെ അധപ്പതനം സംഭവിച്ചിട്ട് വീണ്ടും ജനിക്കുകയാണ് അസുരനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ജന്മം, മനുഷ്യജന്മം, അത് സാർത്ഥകമാകാൻ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കർമ്മം ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെയൊക്കെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയണം. ജ്യോത്സ്യന്മാരെ സമീപിക്കുമ്പോൾ സാധാരണ ജ്യോത്സ്യന്മാർ പറയാറുണ്ട് ശത്രുദോഷമുണ്ടെന്ന്. ശത്രുദോഷമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുന്നത് ഏതെങ്കിലും പുറത്തുള്ള ശത്രുക്കളെ ഉന്നം വയ്ക്കുന്നു. ഒന്നിൽ വീട്ടിൽ, അല്ലെങ്കിൽ വീടിന് പുറത്ത് ഇന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആളായിരിക്കും എൻ്റെ ശത്രു എന്ന് ചിന്തിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ശത്രു പുറത്തുള്ള ശത്രുവല്ല. നമ്മുടെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റത്തെയും തടസ്സപ്പെടുത്തുന്ന ശത്രു അതിരിക്കുന്നത് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതാ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കാമവും ക്രോധവും ലോഭവും മോഹവും മതമാത്സര്യ ചിന്തകളും, ഇതിനെ ഷഡ്രിപുക്കൾ എന്നാണ് പറയുന്നത്. 6 ശത്രുക്കളും കൂടി നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ ശത്രുക്കളെ പറിച്ച് ഉള്ളിൽ നിന്നും പറിച്ച് പുറത്ത് കളയണം. പുറത്ത് കളഞ്ഞിട്ട് അവരെ ആരെ കുടിയിരുത്തണം? അവിടെ സാക്ഷാൽ ജഗദീശ്വരനെ കുടിയിരുത്തണം, സാക്ഷാൽ ജഗദംബികയെ കുടിയിരുത്തണം. ഹനുമാന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് മാതൃകയായിട്ട്. ഹനുമാൻ തൻ്റെ 2 കൈകളും കൊണ്ട് നെഞ്ചാങ്കോട് പിളരുകയാണ്. പിളരുമ്പോൾ ഹനുമാന്റെ നെഞ്ചാങ്കൂടിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ചിത്രമാണ്. വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചിട്ടുള്ള ഹനുമാൻ നമുക്ക് തരുന്ന സന്ദേശം എന്താ? വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിക്കുവാൻ, ജീവിത ലക്ഷ്യം കൈവരിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്, എൻ്റെ നെഞ്ചാങ്കൂടിനുള്ളിലേക്ക് നോക്ക്. ഇവിടെ ഞാൻ കുടിയിരുത്തിയിരിക്കുന്നത് സാക്ഷാൽ ജഗദീശ്വരനെയും ജഗദംബികയുമാണ്. ഒരു ദുഷ്ടശക്തികളും അവിടില്ല. അപ്പോൾ ഓരോ വ്യക്തിയും ഈശ്വര സാക്ഷാത്കാരം നേടാൻ ഉള്ളിലുള്ള ഷഡ്രിപുക്കളെ, ശത്രുക്കളെ അവിടെ നിന്ന് ഉച്ചാടനം ചെയ്ത് പകരം സാക്ഷാൽ ജഗദീശ്വരനെയും ജഗദംബികയെയും നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തണമെന്ന മഹത്തായ സന്ദേശമാണ് ആചാര്യന്മാർ നമുക്ക് പകർന്നു തരുന്നത്. അതിനനുസരിച്ചുള്ള പദ്ധതികളും പകർന്നു തരിക. ഇപ്പൊ ഇത് മണ്ഡലമാസക്കാലമാണല്ലോ. ഈ മണ്ഡലമാസക്കാലം വ്രതാനുഷ്ഠാനങ്ങളുടെ കാലഘട്ടമാണ്. വ്രതാനുഷ്ഠാനങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു 10-40 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം എടുത്താൽ നമുക്കറിയാം. നമ്മുടെ പെൺകുട്ടികൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ വ്രതമെടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വ്രതം നോക്കും. ഇന്ന് എത്ര ചെറുപ്പക്കാരികൾ വ്രതമെടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ഒരമ്മ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് 4 വയസ്സുണ്ട്. മത്സ്യമാംസാദികൾ അവൻ്റെ നാക്കിലേക്ക് വെച്ചു കൊടുത്താൽ, അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്താൽ അവനത് കഴിക്കും. വെജിറ്റേറിയൻ ഭക്ഷണം അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്താൽ അവനത് തുപ്പും എന്ന് പറയും. അപ്പോ അമ്മ തന്നെ പറയുക, അതെങ്ങനെയാ, അവൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയാ എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണമെന്ന അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് വ്രതാനുഷ്ഠാന കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്ന ചില വലിയ ആശയങ്ങളുണ്ട്. ആ പഠിപ്പിക്കുന്ന ആശയം പഞ്ചശുദ്ധികൾ പാലിച്ചുകൊണ്ട് ഈശ്വരനിൽ അടുക്കാനാണ്. പഞ്ചശുദ്ധികൾ. ഇന്ന് ആറന്മുളയപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അതുപോലെ തന്നെ ഈ മണ്ഡലമാസ കാലഘട്ടത്തിലൂടെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ വ്രതത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം. പഞ്ചശുദ്ധികളുടെ പരിപാലനം നിർബന്ധമായിട്ടും ഉണ്ടാകണം. എന്താ പഞ്ചശുദ്ധികൾ? ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ഇത്രയും ശുദ്ധികൾ പാലിക്കപ്പെടാതെ ഈശ്വര സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത്. 365 ദിവസത്തിൽ
ബാക്കി 300 ദിവസവും മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും നമുക്കൊരു 60 ദിവസം ഒരു മാറ്റത്തിന് വേണ്ടി അത് ഉപയോഗിക്കാതിരിക്കാനുള്ള പരിശീലനം. സുഖസൗകര്യങ്ങൾക്ക്, ഐന്ദ്രിക സുഖങ്ങൾക്ക്, നാക്കിൻ്റെ രുചിക്ക് പുറകെ പുറകെ മാത്രം ഓടാതെ ഇതിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുവാനുള്ള ഒരു പരിശീലനം. അപ്പം അതുകൊണ്ട് ശരീരശുദ്ധി ആദ്യത്തേത് അതെല്ലാവരും പാലിക്കും. കുളിച്ച് ഭഗവത് സന്നിധിയിലേക്ക് അല്ലെങ്കിൽ യജ്ഞശാലകളിലേക്ക് അല്ലെങ്കിൽ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ചെയ്യും. ഇപ്പം ശരീരശുദ്ധി, കുളിച്ച് ശരീരമൊക്കെ ശുദ്ധമാക്കി വെച്ചിരിക്കുക. കാരണം ഈ ഈശ്വര ചൈതന്യത്തെ ഏറ്റുവാങ്ങാൻ നമ്മളെ ശരീരത്തെ സജ്ജമാക്കി വെച്ചിരിക്കുക. രണ്ടാമത്തത് മനഃശുദ്ധിയാണ്. മനഃശുദ്ധി അതൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. സത്യത്തിൽ പരിശോധിക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇത്തരം വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശ്വരനിലേക്ക് അടുക്കുകയാണ്. ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സെങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുഷ്ടവികാരങ്ങളൊക്കെ പറിച്ച് പുറത്തു കളയണം എന്ന്. അപ്പം മനസ്സ് പവിത്രമാകണം, സംശയങ്ങൾ അകന്നകന്ന് മനസ്സ് നിർമ്മലമാകണം, ധ്യേയനിഷ്ഠ തെളിഞ്ഞെരിഞ്ഞു പ്രദീപ്തമാകണം ഉൾത്തടം. അപ്പോ മനസ്സ് പരിശുദ്ധമാക്കണം. ശരീരത്തിൽ അഴുക്ക് പുരണ്ടാൽ കുളിക്കാം. കുളിക്കുമ്പോൾ ശരീരത്തിലെ അഴുക്ക് പോകും. വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടാൽ വസ്ത്രം കഴുകാം, വസ്ത്രത്തിലെ അഴുക്ക് പോകും. മനസ്സിന് അഴുക്ക് പുരണ്ടാൽ എന്ത് ചെയ്യും? ഈ മനസ്സിന് ബാധിച്ചിരിക്കുന്ന അഴുക്കിനെയാണല്ലോ നമ്മുടെ ആചാര്യന്മാർ മനോമാലിന്യം എന്ന് വിശേഷിപ്പിച്ചത്. മനസ്സിന് അഴുക്കുണ്ടാവും, അഴുക്ക് പുരളും. ഏറ്റവും മാരകം മനസ്സിൻ്റെ അഴുക്കാണ്. മനസ്സിൻ്റെ അഴുക്കാണ്. മനസ്സ് മാലിന്യം നിറഞ്ഞതായാൽ സർവ ജീവിതവും നമ്മുടെ തകർന്നു. നമുക്ക് ഒരടി ഈശ്വര സന്നിധിയിലേക്ക് പിന്നെ അടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കണം, മനസ്സിനെ പവിത്രമാക്കണം, മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം. അതിനെന്താ മാർഗം? അതിൻ്റെ മാർഗമാണ് നാമജപം എന്നുള്ളത്. നാമം ജപിക്കാൻ, ധ്യാനിക്കാൻ, സത്സംഗങ്ങളിൽ ഏർപ്പെടാൻ, നല്ല കാര്യങ്ങൾ കേൾക്കാൻ, അങ്ങനെ മനസ്സിനെ മെല്ലെ 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 പാകപ്പെടുത്തണം. നിരന്തരമായ സാധനയിലൂടെ മനസ്സിനെ നമുക്കിങ്ങനെ പാകപ്പെടുത്തിയെടുക്കാം. മനസ്സ് നിർമ്മലമായി, മനസ്സ് പവിത്രതരമായി. അങ്ങനെ ആ പവിത്രതരമായ മനസ്സിലേക്ക് ഭഗവാൻ കടന്നു വരും. ഭഗവത് ചിന്തകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സർവസങ്കല്പങ്ങളും സാക്ഷാൽ ജഗദീശ്വരൻ്റെ, ജഗദംബികയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഭഗവാനിലാണ് എല്ലാ സങ്കല്പങ്ങളും, എല്ലാം നടത്തുന്നത് ഭഗവാനാണ്. ഈ ചിന്തയോടുകൂടി അടുത്ത ശുദ്ധി ഏതാ? വാക്ശുദ്ധി. വാക്കുകളുടെ പ്രയോഗം അത് വളരെ പ്രധാനമാണ്. അപ്പം തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ വാക്കുകളെ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ നമ്മൾ നിയന്ത്രിക്കുക. വല്ലാത്ത വാക്കുകളൊന്നും നാവിൻ തുമ്പിൽ വരരുത്. അപ്പോൾ ഈ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുവാറന്മുളയപ്പൻ്റെ നാമമല്ലാതെ മറ്റൊന്നും നാവിൻ്റെ തുമ്പിലേക്ക് വരരുത്. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് ശബ്ദം നാമജപത്തിന് വേണ്ടി മാത്രം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നാമം ജപിച്ച് 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 അവിടെ ഈ മനസ്സ് ശുദ്ധീകരിക്കുക ചെയ്യുന്നേ. ഒരനക്ഷരവും നമ്മുടെ വാക്കിൽ നിന്ന് വരരുത്. അങ്ങനെയാണ് സംസ്കാര സമ്പന്നമായ ഒരു തലമുറ വളർന്നു വരുന്നത്. ഒരനക്ഷരവും പറയത്തില്ല, വരില്ല. അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കണം. അങ്ങനെ ആഹാരം അല്ല, മനസ്സ്, അതുപോലെ തന്നെ വാക്ശുദ്ധിയും പാലിക്കപ്പെടണം. അടുത്തത് ആഹാരശുദ്ധിയാണ്. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. 365 ദിവസത്തിൽ 300 ദിവസവും മത്സ്യവും മാംസവും ഭക്ഷിക്കുന്ന ഒരാൾ ഒരു 60 ദിവസം അല്ലെങ്കിൽ ഒരു 40 ദിവസം അതൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സിനെ തൃപ്തമാക്കി വെക്കണം. ഇപ്പോൾ ഞാൻ ഈ തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ പൗരാണികമായ സദ്യയെക്കുറിച്ച് കുഞ്ചൻ നമ്പ്യാർ പാടിയതൊന്നും ഞാൻ എഴുതണ്ടല്ലോ, പറയണ്ടല്ലോ. സാത്വികമായ സദ്യയെക്കുറിച്ച് അവിടെ പറഞ്ഞത് പപ്പടവും പഴവും പഞ്ചാരയും അപ്പം വടകളും ഉപ്പേരികളും നെയ്യും നല്ല പരിപ്പും പാലും പച്ചടി കിച്ചടി വേപ്പില മാങ്ങ നാരങ്ങക്കറി പുളിയിഞ്ചികളും ചക്കപ്രഥമൻ അടപ്രഥമൻ പുനരക്കയും ഓരോരക്കറി ഇങ്ങനെ ചക്കര ചേർത്ത് വറുത്ത പദാർത്ഥം
പുഷ്കരമാകുന്ന നേന്ത്രപ്പഴവും മണ്ണൻ പഴവും കണ്ണൻ പഴവും കാളിപ്പഴവും കദളിപ്പഴവും കന്നിൻ തൈരും കാച്ചിയ മോരും. അപ്പോ സാത്വിക ഭക്ഷണം ഇതിന്റെ പരിശീലനം യഥാർത്ഥത്തിൽ എവിടെയാണ് നടക്കേണ്ടത്? വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഇന്ന് വ്രതാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുണ്ടോ, താല്പര്യം ജനിക്കുന്നുവോ? ഈ ഭക്ഷണ നിയന്ത്രണം അവരിലുണ്ടോ? മനോനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുണ്ടോ? ഇതൊക്കെ സത്യത്തിൽ കാലാകാലങ്ങളിൽ നമ്മൾ മതപ്രഭാഷണങ്ങളും മറ്റ് യജ്ഞങ്ങളിലുമൊക്കെ പങ്കെടുത്ത് കടന്നു പോകുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന ഒരു തലമുറ എങ്ങോട്ട് എന്ന് ചിന്തിക്കുവാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കാൻ കാരണം. അപ്പൊ ധർമ്മബോധമുള്ള ഒരു തലമുറ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരാൻ സ്വാഭാവികമായും ഈ നിലയിലുള്ള ശുദ്ധികൾ അവസാനം വന്നിട്ട് കർമ്മശുദ്ധിയാണ്. പുരവാസ്തവലി വീട്ടിൽ നടത്തിയാലും അതുപോലെ തന്നെ കൊച്ചിൻ 28 കെട്ട് നടത്തിയാലും എന്ത് നടത്തിയാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒരു പുരവാസ്തവലി നടക്കുക. ഇപ്പം എന്തൊക്കെയാ ചടങ്ങെന്ന് വെച്ചാൽ ഗണപതി ഹോമമുണ്ട് വെളുപ്പിന്, അതുപോലെ തന്നെ ഭഗവതി സേവ ഉണ്ട്, ഭാഗവത പാരായണമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു 11 മണി മുതൽ സദ്യവട്ടങ്ങൾ ഒരുക്കി നമ്മൾ സ്വാഭാവികമായും അന്നെങ്കിലും ഒരു മംഗളകർമ്മ മുഹൂർത്തം അല്ലെങ്കിൽ മംഗളകർമ്മം നടക്കുമ്പോഴല്ലേ. അപ്പോൾ അവിടെ വിളമ്പിയ സദ്യ ഞാൻ ഈ മുമ്പേ പറഞ്ഞ സദ്യ അല്ല, നേരെ മറിച്ച് പൊറോട്ടയും കാളയിറച്ചിയും വിളമ്പുന്നത് കഴിച്ചുകൂടാന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ ആരും വ്യാഖ്യാനിക്കണ്ട. നേരെ മറിച്ച് മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന ഒരു തലമുറ ഇത് പഠിക്കുന്നത് എവിടെ നിന്നാണ്? അവർ മനോനിയന്ത്രണവും ആഹാര നിയന്ത്രണവും പരിശീലിക്കേണ്ടത് എവിടെ നിന്നാണ്? ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ നിലയിൽ ഒരു തലമുറ ധർമ്മബോധത്തോടെ ഒരു തലമുറ വളർന്നു വരണം, ധാർമ്മിക ബോധത്തോടെ വളർന്നു വരണം. അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമം വീടിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കണം. ഇന്ന് നമുക്കറിയാം കാലം വല്ലാത്ത കാലം. ആ കാലത്തിൽ തീർച്ചയായിട്ടും അന്യന്റെ മുതൽ അപഹരിച്ചാൽ കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച്, ദേവന്റെ മുതൽ അപഹരിച്ചാൽ കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ബോധ്യമുണ്ടാകണം. ഞാനൊരു കഥ പറയാം. ഒരു രാമായണം നിരവധിയുണ്ട്, അതുകൊണ്ടാണ് ഒരു രാമായണം എന്ന് പറയുന്നത്. ആ രാമായണത്തിലെ ഒരു കഥയാണ്. രാമന്റെ രാജസദസ്സ് കൂടിക്കൊണ്ടിരിക്കുക, എല്ലാ പണ്ഡിതന്മാരും ഉണ്ട് അവിടെ. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വലിയ ഓരിയിടി വെളിയിൽ കേട്ടു. ദയനീയമായിട്ടുള്ള ഒരു കരച്ചിൽ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, വെളിയിൽ ഒരു ശ്വാനപ്രമുഖന്റെ ദയനീയമായ ശബ്ദമാണ് കേൾക്കുന്നത്. സംബോധന പോലും ശ്രദ്ധിക്കണം. ശ്വാനപ്രമുഖൻ എന്നാ പറഞ്ഞത്, പട്ടി എന്നൊന്നുമല്ല പറഞ്ഞത്. ശ്വാനപ്രമുഖന്റെ ദയനീയമായ കരച്ചിൽ കേൾക്കുന്നു. എന്താ കാരണം? അപ്പോൾ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, അതിനെ അകത്തേക്ക് വിളിക്കാനാണ് പറഞ്ഞു. അവിടെ ചെന്ന് പറഞ്ഞു, അങ്ങ് അകത്തേക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങേ വിളിക്കുന്നു, അകത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, അയ്യോ എനിക്ക് 3 സ്ഥലങ്ങളിൽ പ്രവേശനം നിഷിദ്ധമാണ്. ഒന്ന് യജ്ഞശാലയിൽ, പാചകശാലയിൽ, രാജസദസ്സിൽ. ഈ 3 ഞങ്ങൾക്ക് പ്രവേശനമില്ല. ശരിയല്ലേ? പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്കളയിൽ പട്ടി കയറിയാൽ നമ്മൾ ആട്ടിപ്പായിക്കും. 4 പേര് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വന്നാൽ നമ്മൾ ആട്ടിപ്പായിക്കും. പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന യജ്ഞശാലയിലേക്ക് കടന്നു വന്നാലും നമ്മൾ ആട്ടിപ്പായിക്കും. അതുകൊണ്ട് ഈ 3 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് തരാമേ. അവിടേക്ക് ചെന്നു. എന്താ അങ്ങയുടെ ദുഃഖത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ വലതുകാൽ ഉയർത്തിയിട്ടത് പറഞ്ഞു, എൻ്റെ ഈ കാൽ അങ്ങ് കാണുന്നില്ല, എനിക്ക് കാല് കൊണ്ട് നടക്കാൻ സാധ്യമല്ല. കാരണം നീര് വന്ന് വീർത്ത് ചോരയും ചലവും ഒഴുക്കിക്കൊണ്ടിരിക്കുക കാലിൽ നിന്ന്. എന്താ ഈ അതിക്രമം നിന്നോട് ആരാ കാട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ആ ശ്വാനൻ അവൻ്റെ കഥ പറഞ്ഞു. ഞാനൊരു പുഴയുടെ കരയിലൂടെ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. അങ്ങനെ ആ പുഴയിലൂടെ കരയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഭക്ഷണപ്പൊതി ഞാൻ കണ്ടു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി ദിവസമായി.
ഒരു ഭക്ഷണപ്പൊതി കണ്ടപ്പോൾ ഇതെൻ്റെ ആഹാരമാണെന്ന് കരുതി ഞാനത് കഴിച്ചു, ആർത്തിയോടുകൂടി കഴിച്ചു. കഴിച്ചിട്ട് ഞാൻ അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ പുഴയിൽ നിന്ന് മുങ്ങി നിവർന്ന ഒരു സന്യാസി ആ പുഴയിൽ നിന്നൊരു കല്ലെടുത്ത് അതിനെ ഒറ്റയേറാം, അതെൻ്റെ വലത് കാലിൽ കൊണ്ട് ആ മുറിവാണ് ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയത് എന്ന് പറഞ്ഞു. സന്യാസി അറിഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തെ പിടികൂടിക്കൊണ്ട് വന്നു. നിങ്ങൾ ഈ പ്രാണിയോട് ഇത് ചെയ്തോ എന്ന് ചോദിച്ചു, ഈ ശ്വാനനോട്. പറഞ്ഞു ചെയ്തു. എന്താ കാരണം? അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭിക്ഷാടനം നടത്തി, ഒരു ദിവസം എനിക്ക് ശകലം ഭക്ഷണം കിട്ടി. ഇതെന്നാൽ ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം കഴിക്കാം എന്നുള്ള കണക്കുകൂട്ടലില് നദിയുടെ കരയിൽ വെച്ചിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ കൊണ്ടുവന്ന് വെച്ച ഈ ഭക്ഷണം ഈ ശ്വാനൻ കഴിക്കുന്നതാണ്. എനിക്ക് വിശപ്പും ദുഃഖവും സഹിക്കവയ്യാതെ കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്ത് ഞാൻ ഒന്ന് എറിഞ്ഞു. അപ്പോ സ്വാഭാവികമായും എന്ത് ശിക്ഷയാണ് ഈ സന്യാസിക്ക് കൊടുക്കേണ്ടത്? സന്യാസി തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇത്രയും മാരകമായ മുറിവേൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. പണ്ഡിതന്മാർ ചോദിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അതിൻ്റെ ശിക്ഷ ഈ ശ്വാനൻ തന്നെ പറയും എന്താ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ ശ്വാനൻ ഒരു ശിക്ഷ വിധിക്കുക. ശ്വാനൻ പറഞ്ഞു, ഈ സന്യാസിയെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ സർവാധികാരിയായിട്ട് നിയമിച്ചേച്ചാട്ട് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ മുഴുവൻ ചാടിയിടിച്ചു, ഇതൊരു ശിക്ഷയാകുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരാള് അയാളെ ഒരു ശിവക്ഷേത്രത്തിലെ സർവാധികാരിയായിട്ട് നിശ്ചയിച്ചാൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു പദവിയല്ലേ, അതൊരു ശിക്ഷയാകുമോ എന്ന് പറഞ്ഞു. എന്താണ് ശ്വാനൻ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ആ ശ്വാനന്റെ മറുപടിയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അത് പറഞ്ഞു, ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ശിവക്ഷേത്രത്തിലെ സർവാധികാരിയായിരുന്നു. ഞാൻ ആ ശിവക്ഷേത്രത്തിൽ വന്ന ദേവന്റെ മുതല് അത് മുഴുവൻ കട്ടെടുത്തു, അത് മുഴുവൻ കൈവശപ്പെടുത്തി. ആ കൈവശപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് എൻ്റെ അടുത്ത ജന്മത്തിൽ ഇങ്ങനെ പിറക്കേണ്ടി വന്നത് എന്ന്. ദേവസ്വം ബ്രഹ്മസ്വം ഈ മുതലപഹരിക്കുന്നവർ പാപയോനിയിൽ പിറക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഹിരണ്യകശിപുവിനെ പോലെയും ഹിരണ്യാക്ഷനെ പോലെയും ആകരുത് എന്ന് പറയാൻ കാരണം. അന്യന്റെ മുതലപഹരിക്കരുത്, പ്രത്യേകിച്ചും ദേവസ്വം ബ്രഹ്മസ്വം. ഇനിയും അത് ഇങ്ങനെ ആ ശിക്ഷ വിധിക്കാൻ കാരണം എന്താ? ഒരുപക്ഷെ ഈ സന്യാസി സാത്വികനും അതുപോലെ തന്നെ നല്ലവനുമാണ്. അദ്ദേഹം അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റാണെങ്കിൽ ഇദ്ദേഹത്തിന് ശിവക്ഷേത്രത്തിലെ സർവാധികാരി അയക്കുമ്പോൾ അയാൾ മോഷ്ടിക്കത്തില്ല. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ആരോപണ വിധേയൻ എന്നുള്ളത് കൊണ്ട് മോഷ്ടിക്കണമെന്നില്ല. അപ്പോൾ അയാൾ മോഷ്ടിച്ചില്ലെങ്കിൽ അയാൾക്ക് കുഴപ്പമില്ല. എത്ര കൃത്യമായ ശിക്ഷാവിധിയാ. മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതി, അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, സ്വാഭാവികമായും ഈ തരത്തിൽ ദേവന്റെ അതുപോലെ തന്നെ ബ്രഹ്മസ്വം സമാജത്തിൻ്റെ സമ്പത്ത് ഇതൊന്നും കവർന്നെടുക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ഒരു തലമുറയെ വളർത്തിയെടുക്കരുത്. കാരണം വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞിനോട് പറയുന്നത് നീ നിന്റെ കാര്യം നോക്കടാ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ വളരുന്നത് എൻ്റെ കാര്യം നോക്കി തന്നെ. എനിക്ക് മറ്റേ അച്ഛൻ്റെയും അമ്മയുടെയും പോലും കാര്യം നോക്കേണ്ട ആവശ്യമില്ല. കാരണം അമ്മ എന്നെ കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞു പഠിപ്പിച്ചത് നീ നിന്റെ കാര്യം നോക്കാനാണ്. അവനവൻ്റെ കാര്യം, സ്വന്തം കാര്യം ചിന്താവ. അവന് ജീവിതം യജ്ഞമാണെന്നുള്ള കാഴ്ചപ്പാട് പകർന്നു കൊടുക്കണ്ടേ? സായിപ്പിന്റെ മനോഭാവത്തിൽ ജീവിതം സമരമാണ്. ജീവിതം സമരമായതുകൊണ്ട് ജീവിത സമരത്തിൽ വിജയിക്കുന്നവന് മാത്രമേ ജീവിക്കാൻ അർഹതയുള്ളൂ. ഇത് സായിപ്പിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് ഒരിക്കലും ജീവിതം സമരമോ ജീവിതം മത്സരമോ അല്ല. നേരെ മറിച്ച് നമുക്ക് ജീവിതം യജ്ഞമാണ്. അതുകൊണ്ടാണ് ഒരർത്ഥത്തില് ഈ വരാഹാവതാരം യജ്ഞാവതാരം കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഭൂമിയെയൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഒരു അവതാരം. അത് യജ്ഞാവതാരമാണ്, ത്യാഗത്തിന്റെ അവതാരമാണ്, അത് സേവനത്തിന്റെ അവതാരമാണ്, അത് ധാർമ്മികതയുടെ അവതാരമാണ്. അപ്പോ നമ്മുടെ ജീവിതം യജ്ഞമാണ്, ഒരിക്കലും സമരമല്ല. എന്താ യജ്ഞമാണെന്ന് പറയാൻ കാരണം,
ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, സർവചരാചരങ്ങൾക്ക് കൂടി ഗുണപ്രദമാകണം എൻ്റെ ജീവിതമെന്ന യജ്ഞചിന്തയിൽ അധിഷ്ഠിതമായ ജീവിത കാഴ്ചപ്പാടാണ് നമ്മുടേത്. ഈ കാഴ്ചപ്പാടിനനുസരിച്ചൊരു തലമുറ വളർന്നു വരണം. അതുകൊണ്ടാണ് വീടേ വിദ്യാലയം എന്ന സങ്കല്പത്തിൽ അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കുമ്പോൾ നാമം ജപിക്കുന്ന ഒരു തലമുറ. എന്താ നാമജപത്തിൻ്റെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമയത്ത് നിലവിളക്ക് കൊളുത്തി ഒരു കുഞ്ഞ് അല്ലെങ്കിൽ മുതിർന്നയാൾ അതിൻ്റെ മുന്നിലിരുന്ന് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ആ ജപിക്കുന്ന മാത്രയിൽ തന്നെ അവൻ്റെ മനസ്സിലെ അഴുക്കുകളൊക്കെ മെല്ലെ 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 മാറി മനസ്സ് നിർമ്മലമാകാൻ തുടങ്ങും. ധ്യാനം ശീലിക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ അഴുക്കുകളൊക്കെ മാറി 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 അവൻ സ്വാർത്ഥത വെടിയാൻ തയ്യാറാകും. അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കണം നാം. അപ്പോൾ എൻ്റെ കുഞ്ഞ് നാമം ജപിച്ച് വളരട്ടെ എന്ന് ചിന്തിക്കണം. എൻ്റെ കുഞ്ഞ് ഭഗവത്ഗീതയിലെ മഹാതത്വങ്ങൾ പഠിച്ചു വളരട്ടെ എന്ന് ചിന്തിക്കണം. എൻ്റെ കുഞ്ഞ് രാമനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വളരട്ടെ എന്ന് ചിന്തിക്കണം. നമ്മുടെ അമ്മമാരൊക്കെ എന്താ പാടിയിരുന്നത്? ആണുങ്ങളാണെങ്കിൽ, ആൺപിള്ളാരാണെങ്കിൽ പറയും എൻ്റെ കുഞ്ഞ് രാമനെ പോലെയാകണം. പെൺകുട്ടികളാണെങ്കിൽ പറയും എൻ്റെ കുഞ്ഞ് ശ്രീദേവിയെ പോലെയാകണം. ബാലികമാർ ശ്രീദേവി രൂപം, ബാലകരോരോ രാമന്മാർ. ഇതായിരുന്നു നമ്മുടെ ചിന്ത. അപ്പൊ എൻ്റെ മകൻ ശ്രീരാമചന്ദ്രനെ പോലെ ധർമ്മിഷ്ഠനാകണം, എൻ്റെ മകൾ ശ്രീദേവിയെ പോലെ ഉത്തമയാകണം എന്ന് ചിന്തിച്ച് ഒരു തലമുറയെ വളർത്തിയെടുക്കുകയും അതനുസരിച്ചുള്ള സംസ്കാരം വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ പകർന്നു കൊടുക്കുകയും വേണം. അവൻ നാമം ജപിച്ചു വളരുന്ന, ഭഗവത്ഗീത പഠിച്ചു വളരുന്ന, രാമായണം പഠിച്ചു വളരുന്ന, ഈശ്വരവിശ്വാസത്തോടെ വളരുന്ന ഒരു തലമുറ. ഇങ്ങനെ മനസ്സ് നിർമ്മലമാക്കി വെക്കുന്ന ഒരു തലമുറയ്ക്ക് രാസലഹരിയുടെ പുറകെ പോകാൻ കഴിയുമോ? മദ്യത്തിൻ്റെയും മറ്റു മയക്കുമരുന്നുകൾക്കും അടിമയാകാൻ കഴിയുമോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. കാരണം അവന് ലഹരി ഭക്തിയാണ്, അവന് ലഹരി ഈശ്വരനാണ്, അവന് ലഹരി ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. ആ നിലയിലേക്ക് ഗ്രഹാന്തരീക്ഷത്തിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള പരിശ്രമം. രണ്ടാമത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു, രാവിലെ ഉണർന്നാലുടൻ അവന്റെ പ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങുക. ഇരു കൈകളും, കൈകൾ എന്തിനാ നോക്കി പാടാൻ പറഞ്ഞത്? കൈകൾ കർമ്മത്തിന്റെ പ്രതീകങ്ങളാണ്. ഈ കർമ്മത്തിന്റെ പ്രതീകമായ കരങ്ങളിൽ നോക്കി കരാഗ്രേ വസതി ലക്ഷ്മി, എൻ്റെ കരത്തിന്റെ അഗ്രത്തില് ലക്ഷ്മി ദേവി, ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവി വസിക്കുന്നു. കരമധ്യേ സരസ്വതി, കരമധ്യത്തിൽ വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവി വസിക്കുന്നു. കരമൂലത്തിൽ കർമ്മത്തിന്റെ ദേവനായ, ധർമ്മത്തിന്റെ ദേവനായ സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ മഹാവിഷ്ണു വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ കർമ്മത്തിലേക്ക് തുടക്കം കുറിക്കുന്ന ഈ നിമിഷം ഐശ്വര്യ ദേവതയെയും അതുപോലെ തന്നെ വിദ്യാദേവതയെയും ധർമ്മത്തിന്റെ മൂർത്തിയായ സാക്ഷാൽ ഭഗവാനെയും എൻ്റെ കർമ്മത്തിന്റെ പ്രതീകമായ കരങ്ങളിൽ ദർശിച്ചുകൊണ്ട് ഭഗവാനെ, ഇന്നത്തെ ഒരു ദിവസം ഭഗവാന് യോജിക്കുന്ന കർമ്മങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിൽ തോന്നിക്കാവേ എന്ന വ്യക്തമായ പ്രാർത്ഥനയോടെ ഒരു കുട്ടിയുടെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. രാവിലെ ഉണരുമ്പോൾ ഈ സംസ്കാരം പകർന്നു കൊടുക്കണ്ടേ. രണ്ടാമതവൻ ഉണർന്നാൽ ഭൂമിയെ തൊട്ട് നമസ്കരിക്കുക. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഭൂമിയെ മുച്ചൂടും പറിച്ചുകൊണ്ട് രസാതലത്തിലേക്ക് പോയ ഹിരണ്യാക്ഷനെ സൃഷ്ടിക്കാനല്ല, നേരെ മറിച്ച് ഭൂമിയെ ആരാധിക്കുകയും ഭൂമിയെ അംഗീകരിക്കുകയും ഭൂമി എൻ്റെ മാതാവാണ് എന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ, ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഭൂമിയെ മാതാവായി കാണുക. ഭൂമിയെ മാതാവായി കണ്ടാൽ പിന്നെ ഭൂമിയെ മലിനമാക്കാൻ, അന്തരീക്ഷം മലിനമാക്കാൻ, വായു മലിനമാക്കാൻ, വെള്ളം മലിനമാക്കാൻ അവന് കഴിയുമോ? അവൻ ഭൂമിയെ സംരക്ഷിക്കുക. നോക്കൂ, ഈ അവതാരത്തിന്റെ പ്രത്യേകത കൂടി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഭൂമിയെ എല്ലാ അർത്ഥത്തിലും അവൻ സ്നേഹിക്കുക. അങ്ങനെ ഭൂമിയെ സ്നേഹിച്ചുകൊണ്ട് ഭൂമിയുടെ ഉത്തമ പുത്രനാണ് ഞാൻ എന്ന കാഴ്ചപ്പാടോടുകൂടി ഈ ഭൂമിയെ കാണാൻ, അങ്ങനെ ഭൂമിയെ കണ്ട് വളർന്നു വരുമ്പോൾ അവന് വിഘടനവാദിയാകാൻ കഴിയുമോ? അവന് വിധ്വംസക പ്രവർത്തകനാകാൻ കഴിയുമോ? അവന് വിഭജനവാസന ഉയർത്താൻ കഴിയുമോ? അവന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രാസലഹരിയുടെയും പുറകെ പോകാൻ കഴിയുമോ?
അവന് ഭൂമിക്കെതിരായി, ഭൂമി മാതാവിനെതിരായി ചിന്തിക്കാൻ കഴിയുമോ? മൂന്നാമത് അവൻ ചെയ്യുന്ന പ്രവൃത്തി, അവരെ പരിശീലിപ്പിക്കുന്നത് സ്വന്തം അമ്മയുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞതാണ്. ധർമ്മബോധമുള്ള ഒരു തലമുറ വളർന്നു വരാൻ നാം എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തരം അമ്മയുടെ പാദം തൊട്ട് നമസ്കരിക്കുക. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് അമ്മയെയോ അച്ഛനെയോ വൃദ്ധസദനങ്ങളിൽ തള്ളാൻ കഴിയുമോ? അവരെ അനുസരിക്കാതിരിക്കാൻ കഴിയുമോ? ഇന്നത്തെ കാലഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ദൈന്യതയും ഇല്ലാതെ അമ്മയെ കഴുത്തുവെട്ടുന്ന, അമ്മയെ വെട്ടിക്കൊല്ലുന്ന, അച്ഛനെ വെട്ടിക്കൊല്ലുന്ന, സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പത്രദ്വാര അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു തലമുറ എങ്ങനെ വളർന്നു വരുന്നു? ധർമ്മബോധമില്ലാത്തത് കൊണ്ട്. പൈസ കൊടുത്തില്ലെങ്കിൽ അമ്മയെ തട്ടുക, പൈസ കിട്ടിയില്ലെങ്കിൽ അച്ഛനെ തട്ടുക. ഈ അവസ്ഥയിലേക്ക് ഒരു തലമുറ അധപ്പതിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മൾ ധാരാളമായി കേൾക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ പരിഹാരം എന്താ? നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സംസ്കാര സമ്പന്നമായിരിക്കണം, ചൈതന്യധന്യമായിരിക്കണം. അങ്ങനെയുള്ള വീട്ടിൽ ഈ ബാലപാഠങ്ങൾ പഠിച്ചു വളരുന്ന ഒരു കുട്ടി, അവൻ ഒരു മാതൃകാ വ്യക്തിയായി വളരും. അങ്ങനെയുള്ള ആളുകൾ ഈ ഭാരതത്തിൽ വളർന്നു വന്നതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ മുഖത്ത് നോക്കി ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. ഈ ലോകം മുഴുവനും സുഖികളായി വർദ്ധിക്കട്ടെ എന്നവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. വസുദൈവ കുടുംബകം, ലോകം ഒരു തറവാടാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. കൃണ്ണന്തോ വിശ്വമാര്യം, ലോകം ശ്രേഷ്ഠതരമായി തീരട്ടെ എന്നവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഈ മൂല്യങ്ങളുടെ പ്രത്യേകതയാണ്. ഈ സാംസ്കാരിക ധാർമ്മികതകളെ അനുസരിച്ച് ഒരു ജനവൃന്ദ വളർന്നു വന്നതുകൊണ്ട് ഇത് നമുക്ക് മാത്രം കഴിയുന്നില്ല. അതുകൊണ്ട് ജീവിതം ഒരിക്കലും നമുക്ക് സമരമല്ല. ജീവിതം സമരമാണ് എന്ന് പഠിപ്പിച്ചല്ല വളർത്തേണ്ടത്. ജീവിതത്തിൽ മൂല്യബോധമുണ്ടാക്കാൻ, അതാണ് ഏറ്റവും പ്രധാനം. കഴിവുകൾ വളരണം. എന്ന് ആലോചിച്ച് നോക്കൂ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും കഴിവുകളില്ലേ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുദ്ധത്തിൽ അതിനിപുണന, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഗതയെ പോലും അടിച്ചു തെറിപ്പിക്കാൻ കരുത്തുള്ള ശക്തിയുള്ള ഹിരണ്യാക്ഷൻ എത്ര ശക്തനാ, എത്ര കഴിവുകളുള്ള ആളാ. പക്ഷേ കഴിവുകൾ മാത്രം മതിയോ? എല്ലാവരും ചിന്തിക്കുന്നതാണ് എൻ്റെ കുഞ്ഞിന് കഴിവുണ്ടാകണം, കഴിവ് വർദ്ധിക്കണം. പക്ഷെ കഴിവ് മാത്രം വർദ്ധിച്ചാൽ പോരാ, മൂല്യബോധവും ഉണ്ടാകണം. ഇത് രണ്ടും വേണം. അപ്പം മൂല്യമുണ്ടാക്കാൻ, മൂല്യബോധം ഉണ്ടാക്കാൻ ഗ്രഹാന്തരീക്ഷത്തിൽ, ഞാനിത് ഗ്രഹാന്തരീക്ഷത്തിൻ്റെ കാര്യം എടുത്തു പറയാൻ കാര്യം, 3 ഇടങ്ങളിലൂടെയാണ് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഈ സംസ്കാരവും ധർമ്മബോധവും ഒക്കെ പകർന്നു കിട്ടേണ്ടത്. അതിലൊന്ന് നമ്മുടെ വിദ്യാലയങ്ങളാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഔപചാരിക വിദ്യാഭ്യാസ പദ്ധതിയിൽ ധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കിട്ടുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം അവിടെ നിന്ന് കിട്ടുന്നത് എന്താണ്? അതുപോലെ തന്നെ പിന്നുള്ളത് നമ്മുടെ ധർമ്മസ്ഥാപനങ്ങളാണ്, ക്ഷേത്രങ്ങളടക്കമുള്ള സ്ഥലങ്ങൾ. അവിടെ മതപാഠശാലകളോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം ധാർമ്മിക ചിന്ത പകർന്നു കൊടുക്കുന്ന പദ്ധതികളോ അത്തരം കാര്യങ്ങളിലുണ്ടോ? അതിലൂടെയൊക്കെ ഒന്നും പകർന്നു കിട്ടുന്നത്. പിന്നെ സ്വന്തം വീടാണ്. ഈ 3 അവസ്ഥയിലും കിട്ടാൻ സാധ്യത വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലെങ്കിൽ ഇവർ ഈ ധാർമ്മിക സാംസ്കാരിക ബോധം ഇവിടെ നിന്ന് പഠിക്കും. ഇത് വളരെ ഗൗരവത്തിൽ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട ഒരു കാലയളവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ധർമ്മബോധമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ, ഈശ്വരവിശ്വാസമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ, സ്വന്തം കാര്യം സിദ്ധാബ എന്ന് ചിന്തിക്കുന്നതല്ല, ഈശ്വരവിശ്വാസമുള്ള ഒരു തലമുറ വളർന്നു വരണം നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ള ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുമ്പോഴാണ് ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളായി അവർ തീരുന്നത്. ലോക സംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്ന ആളുകളായി അവർ തീരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഈ സനാതന ധർമ്മം അത് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും, ഈ ധർമ്മം തന്നെ നിലനിൽക്കുന്നില്ലെങ്കിൽ നമ്മളത് ആലോചിച്ച് നോക്കുക. ഒരു തരത്തിലുമുള്ള അധാർമികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ എതിർത്തുകൊണ്ട് ധർമ്മം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാനൊക്കെ തത്വസംഹിതയൊന്നുമല്ല. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവുന്നത് ഭഗവത്ഗീത ഉപദേശിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം സ്വീകരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്.
സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. ഖഡോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. അതിലെ നചികേതസ് എന്ന് പറയുന്ന കൊച്ചു ബാലൻ മരണദേവന് മുന്നിലേക്ക് കടന്നു എന്ന് മരണരഹസ്യം, മരണാനന്തര രഹസ്യം ആവശ്യപ്പെട്ടപ്പോഴും അവനോട് പറഞ്ഞു, മക്കളെ, ഇത് ദേവന്മാർക്ക് കൂടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത അതീവ രഹസ്യമായ കാര്യമാണ്, മറ്റെന്തെങ്കിലും നീ ചോദിക്കുക. സകല സുഖസൗകര്യങ്ങളും നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം എനിക്കിതറിഞ്ഞേ മതിയാകൂ, ഇതെനിക്കറിയണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി മരണദേവന് മുന്നിൽ ആ കുട്ടി നിലയുറപ്പിച്ചപ്പോൾ മരണദേവൻ എന്താ ചെയ്തത്? ഉറയിൽ നിന്ന് വാള് വലിച്ചൂരി കഴുത്തറുത്ത് താഴെയിട്ടോ നചികേതസിന്റെ. ഒരിക്കലും അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ആ കുട്ടിയോട് പറഞ്ഞു, മകനെ, നിന്റെ അറിയാനുള്ള ആഗ്രഹത്തെ ഞാനിതാ അംഗീകരിക്കുന്നു, ആരാധിക്കുന്നു എന്നാണ് മരണദേവൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞു. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഒരു തരത്തിലും സങ്കുചിതമല്ലാത്ത വിശാലമായ ചിന്താധാര, അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത. ആ സനാതനധർമ്മത്തിൻ്റെ ആശയത്തിലൂടെ, ആ സംസ്കാരത്തിലൂടെ, ആ ധാർമ്മികതയിലൂടെ ഒരു തലമുറ വളർന്നു വന്നാൽ നാളെ ലോകത്തിൽ ഒരാൾക്കും ആ തലമുറയെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. അവൻ കള്ളനായി വളരില്ല, അവൻ മോഷ്ടാവായി വളരില്ല, അവൻ കൊള്ളക്കാരനായി വളരില്ല, അവൻ വിഘടനവാദിയായി വളരില്ല, അവൻ വിഭജനവാസന ഉയർത്തില്ല, അവൻ വിധ്വംസക പ്രവർത്തകനായി വളർത്തില്ല. കാരണം അവൻ സനാതനധർമ്മ വിശ്വാസിയാണ്. സനാതനധർമ്മം അവനെ പഠിപ്പിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് വിശാലമായ ചിന്തയാണ്. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. ഈശ്വര സാക്ഷാത്കാരം നേടാൻ നിരവധി മാർഗങ്ങളുണ്ടെങ്കിലും ഏതു മാർഗം സ്വീകരിച്ചാലും അത് പരമമായ ഒരു സത്യത്തിൽ എത്തിച്ചേരുമെന്നുള്ള വിശാലമായ വീക്ഷണം ലോകജനതയ്ക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ഉദാത്തമായ സംസ്കാരമാണ്, സംസ്കൃതിയാണ് ഹിന്ദുധർമ്മം. ആ ഹിന്ദുധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ, വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ, ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.